ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിലെ MZRP ഫാൻ മെയ്ഡിലാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ ബിൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോവാണ്. ഇത് നമ്മുടെ ഫാൻ മെയ്ഡ് MZRP ആണ്. ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ കാണിച്ചു തരികയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്പാണിലാണ്. ഇവിടെ വലിയൊരു സ്പാണെന്നും പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തുടക്കത്തിലുണ്ടാക്കിയ റോഡ് പണി മിഷൻ 2024.2025 കൺസ്ട്രക്ഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഈ MZRP ഫാൻ മെയ്ഡിൻ്റെ നമ്മുടെ എൻഡിൽ ഡ്രാഗൻ്റെ എഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലായിട്ട് ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻഡിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇതെന്തോ ഒരു ഗ്ലിച്ചാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ മേലേക്ക് പോവാം, പിന്നെ നമുക്ക് നേരെ പോവാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ റോഡുമ്മലൂടെ പോകുമ്പോൾ ഇവിടെ സൈഡിലായിട്ട് കൗണ്ടർ എഴുതിയിട്ടുണ്ട്. ഇത് ജ്യൂസ് ഷോപ്പാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഈ ജ്യൂസാണ് കുടിക്കുന്നത്. അതുകൊണ്ട് ഈ ജ്യൂസ് ഷോപ്പിലാണ് കയറൽ. പിന്നെ ഇവിടെ ഒരു കൗണ്ടർ നിൽക്കുന്നൊരാളുണ്ടായിരുന്നു, അയാൾ ആരോ കൊന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ കൈ കഴുകുന്ന സ്ഥലം. ഇനി ഇങ്ങനെ നേരെ പോയിട്ട് ഇവിടെ നേരെ പോവാം. നേരെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ കാണാം. നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഈ വാതിൽ തുറന്ന് അടച്ച് ഉള്ളിലേക്ക് പോകും. ഇതാണ് നമ്മുടെ കൗണ്ടർ ചേച്ചി. ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് വേണം പോകാൻ. എനിക്ക് ഫ്രീ ആണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇവിടെ ഓരോരോ വാതിലുണ്ടാവും. നമുക്ക് ഈ ഡോക്ടറെ കാണാനുള്ള വാതിലാണിത്. നമുക്ക് ആദ്യത്തെ വാതിൽ പോവാം. ഇവിടെ വന്ന് കുത്തിരിക്കാം. ഹലോ, ഡോക്ടർ ഗോപാലൻ സാർ, എനിക്ക് ഇന്ന് പനിയാണ്, അതുകൊണ്ട് എനിക്ക് 2-3 മരുന്ന് കഴിച്ചാണ്. ഓക്കെ ആന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോവാം. ബൈ സാർ. എന്തായാലും നമുക്ക് പോയേക്കാം. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നേരെ പോയിട്ട് നമ്മുടെ ഈ വഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു മിൽമ ഷോപ്പ് വരുന്നുണ്ട്. മിൽമ സ്റ്റോർ കമ്മിങ് സോണാണിപ്പോൾ. ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹോട്ടൽ സച്ച് മുത്ത് എന്നും പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു ഹോട്ടലാണ് ബൈ ദ വേ. ഓക്കെ, ഇവിടെ ഓർഡർ കുഴിമന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. ജ്യൂസ് ഷോ അഡ്രസ് എന്തോ എഴുതിയിട്ടുണ്ട്. അഡ്രസ്സാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കുത്തിരുന്ന് എന്തെങ്കിലും തിന്നിട്ടൊക്കെ പോവാം. ഇവിടെ കുത്തിരിക്കാം. നമുക്കിതാ നമ്മുടെ മീൻ കറി, നുറുക്ക്, സാൻഡ്വിച്ച്, ബീഫ്, അങ്ങനത്തെ പലതരം ഉണ്ട്. നമുക്ക് എന്തായാലും ബീഫ് തിന്നിരിക്കാം. തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്നോട്ടെ ബീഫ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് റോ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് പോവാം. ഈ വഴി പോകുമ്പോൾ ഇവിടെ ഒരു കുക്കിംഗ് ഏരിയ ആണ്. നമ്മുടെ ഷെഫൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് തുറന്ന് നമുക്ക് വേഗം കയറാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റൗവ്, അടുപ്പ് അതുപോലത്തെ ആണ്. പിന്നെ ഈ ചെസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ മുറുക്കുണ്ട്, സസ്പീരിയസ് ഫുഡുണ്ട്, അങ്ങനെ സാൻഡ്വിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഷെഫ്. ഈ ചെസ്റ്റ് മുഴുവനും ബേക്ക് ചെയ്തിട്ട് വെച്ചേക്കുന്ന നമ്മുടെ ഷെഫിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ഷെഫിനോട് ചോദിച്ചു നോക്കാം. ഷെഫ് നീ പൊട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും
നമുക്ക് പോയേക്കാം. പിന്നെ നിന്നാൽ നമ്മുടെ തടി കേടാവും. അതിനു മുമ്പ് നമുക്ക് പോയേക്കാം. ഇനി പുറത്താണ് ഇനി കാര്യങ്ങളുള്ളത്. ഇനി എന്തായാലും നമുക്ക് പുറത്തേ പോയാം. ഇനി നമ്മൾ ഈ റോഡുമ്മേ കൂടെ നേരെ പോവാം. ഇനി ഇങ്ങോട്ടാണ് നമുക്ക് കാണാനുള്ളത്. ഇങ്ങോട്ട് പോകുമ്പം നമ്മുടെ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ ഓൺലി ഫോർ പ്ലെയേഴ്സിനുള്ളതാണിത്. എന്തായാലും നമുക്ക് ഒരു പ്ലെയറാണ് ഗൈസ്, നമ്മളൊരു പ്ലെയറാണ്. അതുകൊണ്ട് നമുക്ക് പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഗൈസ് നല്ല തണുത്ത വെള്ളമാണ്. എന്തായാലും നമുക്ക് പോകും. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇനി ഇങ്ങോട്ടേക്കാണ് നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് ഒരു റോഡുണ്ട്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ സൂ ആണ്. ഇവിടെ സൂ കമ്മിങ് സൂണാണ്. എന്തായാലും നമുക്ക് കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് എന്തായാലും വാതിൽ തുറന്നേക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കെൽട്ടൻസ്. പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഡ്രോൺ ഉണ്ട്. പക്ഷേ ഇവിടെ മൊത്തം ഇരുട്ടാണ്, നിങ്ങൾക്കൊന്നും കാണൂല. ഇവിടെ റെയ്ഡ് പാർട്ടിയാണ്. പിന്നെ ഇവിടെ കുറച്ച് ക്രീപ്പേഴ്സ്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഓഗ്ലിനൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണാൻ ചാൻസ് കുറവാണ്. ഇവിടെ മൊത്തം ഇരുട്ടാണ്. നമ്മുടെ വീഡിയോയിൽ കാണാൻ ചാൻസ് കുറവാണ്. അതിൽ നമുക്ക് ഇനിയും കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും പുറത്തേ പോവാം. നമ്മുടെ സൂന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ റോട്ടിൽ പോയി നോക്കാം. ഇവിടെ എന്താണുള്ളത് നോക്കാം. ഇവിടുന്ന് നമ്മൾ നേരെ പോവാം. ഈ റോഡൊക്കെ നമ്മൾ റോഡ് പണിയൊക്കെ ചെയ്ത് വച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ നോക്കണ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. ഇതെന്തായാലും കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇടുപണി ഇനിയും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ലാൻഡേണൊക്കെ വെച്ചിട്ട് ഓരോരോ റൂമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പല പല റൂമാണ്. നമുക്ക് ഒരു മെയ്സ് കളിക്കും പോലെയുള്ള റൂമാണ് തോന്നുന്നു. ഓക്കെ, ഞാൻ നമ്മുടെ വീട് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ വീട് ഉണ്ടാക്കിയിട്ടില്ല. ഇത് ബൈ എന്തായാലും നമ്മൾ ആ വീട് വെക്കുന്ന സ്ഥലത്തേക്കൊന്ന് പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു വഴിയാണ് കേട്ടോ നമ്മുടെ വീട്. ഇങ്ങോട്ടേക്കാണോ നമുക്ക് പോകണ്ടേ? ഇതാണ് അവൻ്റെ വീട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഇങ്ങോട്ടൊക്കെ പ്ലെയിൻസ് ആണ്. ഇങ്ങോട്ട് അതൊക്കെ ഒരു പരിപാടി ചെയ്തതാണ്. പിന്നെ ഇവിടെ MStarP ആയതുകൊണ്ട് നമ്മുടെ വീടൊക്കെ പൊട്ടിച്ചിരുന്നു. ഗൈസ് ഇവിടെ TNT ഡ്യൂപ്പറൊക്കെ വെച്ച് പൊട്ടിച്ചു ഗൈസ്. ഇനി ഇങ്ങോട്ടാണ് നമ്മുടെ ഒരു വീടിൻ്റെ സെക്ഷൻ വരുന്നത്. ഒരു മലേൻ്റെ മുകളിലാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഒരു വീട് വെക്കാൻ വേണ്ട സ്ഥലം. ഗൈസ് ഇതാണ് നമ്മുടെ വീട് എന്നൊന്നല്ല, ഇത് നമ്മുടെ പട്ടിക്കുട്ടൻ്റെ വീടാണ്. നമ്മളൊരു പട്ടിക്കുട്ടനെ ടൈം ചെയ്താണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പട്ടിക്കുട്ടൻ ഉണ്ട് ഗൈസ്. എൻ്റെ ആളിയാ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവനെയും കൂട്ടി പോവാം. വാ പോരി. നമുക്ക് ഇവനെയും കൂടെ കണ്ടു കൊടുക്കാം. ഇവനെ കണ്ടിട്ടില്ല എന്ന് തോന്നണല്ലേ. ഇതാരെ എഴുതി വെച്ചാൽ നോക്കാം. ഞാനും എൻ്റെ റിയൽ ബേസ് ഉണ്ടാക്കുക പൊട്ടിക്കല്. അത് ഞാൻ എഴുതി വെച്ചാണ്. എന്തായാലും നമുക്ക് ബീഫ് തിന്നേക്കാം. കുറച്ച് ഹെൽത്ത് കൂടി. ഇനി ഇതാണ് നമ്മുടെ എലവേറ്റർ. എലവേറ്ററിൽ നമുക്ക് ആദ്യം തന്നെ താഴത്തേക്ക് പോകാം. ഇവിടെ ഭേദവേ ഒന്നുമില്ല. ഇനി മേലേക്ക് നോക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ. മേലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പാർക്കറാണ്. നമുക്കും അങ്ങനെ ചെയ്യാം. നമുക്കങ്ങനെ അങ്ങനെ ചാടി ചാടി മേലേക്ക് പോകാം. ഇവിടെ മേലെ ഭയങ്കര വ്യൂ ആണ് കണ്ടോ ഗൈസ്. താഴത്തേക്കൊക്കെ നോക്കി ഗൈസ്. നമ്മുടെ നായ്ക്കുട്ടൻ അതാ കയറി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. ജസ്റ്റ് മിസ്. നമുക്ക് താഴത്തേ പോവാം. നമ്മുടെ പട്ടിക്കുട്ടി ചാവുമോ വെള്ളത്തിൽ? നോക്കട്ടെ. അയ്യോ
ടെലിപ്പോർട്ടായി. അതെന്തായാലും നല്ല കാര്യം. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ റീസ്പോൺ സെറ്റ് ചെയ്ത ഒരു ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആർമർ ഉണ്ട്. ഇതാണ് സ്പെഷ്യൽ ആർമറാണിത്. ദൈവൻ്റെ പേരാണിത്. ഇത് അവന് വെച്ചതാണെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ സീക്രട്ട് ബേസ് കാണിക്കണം. നമുക്ക് എന്തായാലും അവൻ കാണും. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലെത്താൻ നമ്മുടെ സീക്രട്ട് ബേസ് കാണിച്ചു തരാം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.